ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു സാല ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മക്കളെ, നമ്മുടെ പരീക്ഷയാണ് അല്ലേ? നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമാണെന്ന് അറിയാം. ഇപ്പൊ ഒന്നാമത് പഠനത്തിന്റെ കാര്യത്തിൽ നോക്കുന്ന സമയത്ത് 1 മുതൽ 10ാമത്തെ ചാപ്റ്റർ വരെ പഠിക്കാനുള്ളത് കൊണ്ട് മൊത്തം ആകെ ജഗ പൊകയായിട്ടിരിക്കുകയാണ് അല്ലേ? സോ ഡോൺ വറീഡാ. നിങ്ങൾ ഇപ്പൊ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ സങ്കടപ്പെട്ട് സാഡ് അടിച്ചിരിക്കുകയാണെന്ന് മിസ്സിന് അറിയാം. പക്ഷെ അത് നമുക്ക് സെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ലൈവുകളുണ്ട്, മെഗാ മാരത്തോണുകളുണ്ട്, മിനി മാരത്തോണുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻസുകളാണ്. സോ ഇതൊക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുന്ന ഏതൊരു മക്കൾക്കും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകൾ പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. While using firewood stove, what are the factors we need to do careful? വിറകടുപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ഇതെല്ലാ സമയത്തും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാലും ഇതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് വിറകടുപ്പ് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ഡു നോട്ട് യൂസ് സ്റ്റവ് വിത്ത് ദ ഫയർവുഡ്. ആവശ്യത്തിൽ കൂടുതൽ നമ്മളിങ്ങനെ കുത്തി നിറച്ച് വിറകടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ സീനാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. മിസ്സിന്റെ വീട്ടിലൊക്കെ ഉണ്ട് വിറകടുപ്പ്. അപ്പൊ വിറക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി വെച്ച് ആക്കി കഴിഞ്ഞാൽ ഒരുപാട് കുത്തി നിറച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? കറക്റ്റ് ആയിട്ട് വെന്തും കാര്യങ്ങളും കിട്ടില്ല, നന്നായിട്ട് കത്താൻ ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് ഇൻഷുർ അഡിക്വേറ്റ് എയർ സപ്ലൈ. നന്നായിട്ട് അതിലൂടെ വായു പോകുന്നുണ്ട് എന്നുള്ള നമ്മൾ ഉറപ്പിക്കണം, നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് പീസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് അതിനോട്ട് വെക്കുന്നത്. പിന്നെ ഫയർവുഡ് ഷുഡ് ബി കട്ട് ഇൻ ടു സ്മോൾ പീസസ്. ചെറിയ പീസാക്കുക. മന്ദം എത്ര പോകുന്ന കിട്ടിയ സാധനം മൊത്തം കുത്തിക്കേറ്റ് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യില്ല മക്കളെ? അത് അത് കത്തുമില്ല, അതിൽ നിന്ന് വെന്ത് കിട്ടുമില്ല. ചോറിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നോക്കിയിരിക്കാൻ നല്ലാണ്ട് ഒരു കാര്യമില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ക്ലീൻ ദ സ്റ്റവ് എവറി ഡേ. പൂർണ്ണമായിട്ട് നമ്മൾ എന്ത് ചെയ്യാം? മാക്സിമം ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാസത്തിൽ ഒരിക്കലെങ്കിൽ ഇപ്പൊ പുകക്കുഴലൊക്കെയാണ് വിചാരിച്ചോ, ഇപ്പൊ പുകയില്ലാത്ത അടുപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കുഴൽ പോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ? സോ ആ ചിമ്നീസ് കാര്യങ്ങളും മന്തിൽ ഒരു വട്ടമെങ്കിലും ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ ക്ലീൻ ദ സ്റ്റവ് ആണെങ്കിലും എപ്പോഴും ക്ലീൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ വിറകടുപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചാരം എടുക്കാൻ വേണ്ടിയിട്ട് അമ്മമാരൊക്കെ പറയില്ലേ? അപ്പൊ ചാരം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ട്? അത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളാക്കിയിട്ട് സെറ്റാക്കി വെക്കുക. അതൊക്കെ ആവുമ്പോഴാണ് നന്നായിട്ട് കത്തുക, സുഖമായിട്ടുള്ള നല്ലൊരു അടുപ്പാന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെറ്റല്ലേ? അടുത്തത്, ബഹിരാകാശ സ്ഥാപിച്ചിട്ടുള്ള ബഹിരാകാശ പരീക്ഷണശാലകളാണ് ബഹിരാകാശ നിലയങ്ങൾ. സ്പേസ് സ്റ്റേഷൻസ് ആർ ദ ലബോറട്ടറി എസ്റ്റാബ്ലിഷ് ഇൻ സ്പേസ്. വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ ദോസ് ഹൂ ഗോ ടു ദ സ്പേസ് സ്റ്റേഷൻ. സ്പേസ് സ്റ്റേഷനിലോട്ട് പോകുന്ന ബഹിരാകാശ നിലയങ്ങളിൽ പോകുന്നവർ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കേണ്ടി വരിക? ഇതും എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. ഒരു 2 മാർക്കിനെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താ മക്കളെ നമ്മുടെ ബഹിരാകാശത്ത് പോയുള്ള പ്രശ്നങ്ങൾ? ഇപ്പൊ സുനിത വില്യംസ് ഒക്കെ ഒരുപാട് കാലം അവിടെ നിന്നോലെ അവർ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്കുക. അവിടെ ആക്ച്വലി വായു ഇല്ല, ജലമില്ല, ഭാരമില്ല. നോ എയർ, നോ വാട്ടർ, നോ വീറ്റ്. ഒന്നും നമുക്ക് അവിടെ ഫീൽ ചെയ്യില്ല. നമ്മളിങ്ങനെ പറന്ന് അവിടെ കളിക്കുക ചെയ്യണ്ടോ, പറന്ന് നടക്കുക ചെയ്യുക. കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഗ്രാവിറ്റി പോലും ഇല്ല, ഭൂഗുരുത്വം പോലും ഇല്ല. സോ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. അതുപോലെ വാട്ടർ ഇല്ല, ഫുഡില്ല, ഒരു സാധനം അവിടെ നമുക്ക് കിട്ടില്ല. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്തിട്ട് മാത്രമേ ഇവിടുന്ന് പോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത്രയും ബുദ്ധിമുട്ടാണ് ബഹിരാകാശ നിലയത്തിൽ പോയിട്ട് താമസിക്കുക എന്ന് പറഞ്ഞുള്ള കാര്യം. റെഡി? അടുത്തത്, ദ മൂൺ ഈസ് ദ എർത്ത് നാച്ചുറൽ സാറ്റലൈറ്റ്. ദ മൂൺ നോൺ ലൂമിനസ് നേച്ചർ ഈസ് വൺ ഓഫ് ഇറ്റ്സ് ഡിഫൈനിങ് characteristic right to other characteristic of the moon. ഭൂമിയുടെ പ്രകൃതിയാലുള്ള ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ സ്വയം പ്രകാശിക്കാത്ത ആകാശഗോളമാണ്. ചന്ദ്രന്റെ സ്പെഷ്യാലിറ്റി, മറ്റ് 2 സ്പെഷ്യാലിറ്റി ചോദിച്ചിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ചന്ദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് കാണപ്പെടുന്ന ഒരു ഗോളമാണ് അല്ലെ? ആകാശഗോളമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മൂൺ ഈസ് ക്ലോസസ്റ്റ് സെലസ്റ്റിയൽ ബോഡി ടു ദ എർത്ത് ആണ്. അതുപോലെ തന്നെ ചന്ദ്രന് നക്ഷത്രങ്ങളുടെയൊക്കെ വലുപ്പമില്ല. മൂൺ ഈസ് നോട്ട് ബിഗർ ദാൻ സ്റ്റാർസ്. എപ്പോഴും നമ്മൾ കാണുമ്പോൾ വിചാരിക്കും സ്റ്റാർ ആണ് കുഞ്ഞെന്ന്, പക്ഷെ അങ്ങനെയല്ല ഗൈസ്. പഠിച്ചു വെക്കുക, മൂൺ എന്ന് പറയുന്നത് സ്റ്റാറിനെ അപേക്ഷിച്ച് കുറവാണ് വലുപ്പം. അപ്പൊ ചെറുതാണെന്ന് എന്ത് ചെയ്യുക? ആലോചിച്ച് വെക്കുക. അതുപോലെ തന്നെ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. അപ്പൊ എങ്ങനെയാണ് പ്രകാശം ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. സംഭവം ഇത്രയേ ഉള്ളൂ. സൂര്യന്റെ ലൈറ്റ് വന്ന് പതിച്ച് റിഫ്ലക്ട് ചെയ്യുക. അപ്പൊ അത് സൺലൈറ്റ് ആണ്, ഇങ്ങനെ വന്ന് റിഫ്ലക്ട് ചെയ്താൽ എന്തുണ്ടാവും? അപ്പൊ നമുക്ക് ഒരു ഷൈനിങ്ങോട് കൂടി നമ്മൾ കത്തുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും അത് ആക്ച്വലി ചന്ദ്രന്റെ ലൈറ്റ് അല്ല കേട്ടോ. സോ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ എന്ന് പറഞ്ഞ ഭൂമിയുടെ സാറ്റലൈറ്റ് ആണ്, ഉപഗ്രഹമാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. സോ ഭൂമി ചുറ്റുന്ന സൂര്യനെ ചുറ്റുന്നത് പോലെ ഭൂമിയെ ചുറ്റുന്ന ആളാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? മൂൺ ഇസ് എ സാറ്റലൈറ്റ് ഓഫ് ദ എർത്ത് എന്ന് പറയുന്നത്. അതുപോലെ ദ ലൈറ്റ് ഓഫ് ദ സൺ ദാറ്റ് ഫോൾ ഓൺ ദ മൂൺ ഗെറ്റ് റിഫ്ലെക്റ്റഡ്. ദ റിഫ്ലെക്റ്റഡ് ലൈറ്റ് മേ ടേക്ക് ദ മൂൺ ഗ്ലോ ആൻഡ് വി സീ ദ ലൈറ്റ് ഓഫ് ദ മൂൺ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ചന്ദ്രന് സ്വയം പ്രകാശിക്കാൻ കഴിവില്ല എന്ന് ഇന്ത്യ ആലോചിച്ച് വെക്കാം. സെറ്റ് അല്ലേ? അപ്പൊ അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് വിച്ച് ഓഫ് ദ റൈറ്റ് പ്രോസസ് ടേക്ക് പ്ലേസ് ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ്? റിസീവ് ഓക്സിജൻ, റിലീസ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? റിലീസ് ഓക്സിജൻ, നോട്ട് റിസീവ് കാർബൺ ഡൈ ഓക്സൈഡ് ആണോ? അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്, റിലീസ് ഓക്സിജൻ ആണോ? റിസീവ് കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ പിന്നെന്താണ്? നോട്ട് റിലീസ് ഓക്സിജൻ ആണോ? സോ നമുക്ക് ഇതിൽ പറയാൻ വേണ്ടി പറ്റും
കാർബൺ ഡൈ ഓക്സൈഡ് ആഗിരണം ചെയ്ത് ഓക്സിജൻ പുറത്തുവിടുകയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെ. സോ മൂന്നാമത്തെയാണ് കറക്റ്റ് പറയാൻ പറ്റും. അതുപോലെ ഫോട്ടോസിന്തസിസിലെ ലീഫിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് പ്രാധാന്യം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഈ ബോക്സ് ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്, അങ്ങനെയും മറന്നു പോയിട്ടുണ്ടാവും അറിയാം. ശ്രദ്ധിക്കാം മക്കളെ, നമ്മുടെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഫുഡ്, നമുക്ക് അമ്മമാരൊക്കെ ഫുഡ് ഉണ്ടാക്കി തരില്ലേ, അമ്മ ഫുഡ് പറഞ്ഞാൽ അമ്മ ഫുഡ് ഉണ്ടാക്കി തരും. പക്ഷെ നമ്മുടെ പ്ലാന്റ്സിന് അങ്ങനെയില്ല, ഒരു സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണല്ലേ. സോ സ്വന്തമായിട്ട് ഇലകളിൽ വെച്ചിട്ട് ആഹാരം നിർമ്മിക്കുന്ന ആളുകളാണ്, അങ്ങനെയാണ് സസ്യങ്ങൾ. ആ ഒരു പ്രോസസ്സാണ് ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം. പേര് തന്നെയുണ്ട്. പ്രകാശം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആരെ മനസ്സിൽ ഇടുപൊട്ടണം, നമ്മുടെ സൂര്യനെ ലൈറ്റ് അല്ലെ, സൂര്യന്റെ പ്രകാശം എന്നുള്ളത് ഓർമ്മ വരണം. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് അവർ അബ്സോർബ് ചെയ്യുന്നുണ്ട്. അവർ ഉള്ളിൽ നിന്ന് എടുക്കുന്ന സാധനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ആൻഡ് അതേപോലെ ജലം, ലവണം എന്നിവ ഉപയോഗിച്ചിട്ട് ഇലകളിൽ വെച്ചിട്ട് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോട്ടോസിന്തസിസ് എന്ന് പറയാ. പിന്നെ അതിന് വേണ്ട മറ്റൊരു കാര്യം എന്താ ചോദിച്ചാൽ, ഇലകൾക്കൊക്കെ പച്ച കളർ കിട്ടുന്ന എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ നിങ്ങള്? ക്ലോറോഫിൽ അല്ലെങ്കിൽ ഹരിതകം എന്ന് പറയുന്ന ആളാണ് ആ പച്ച കളർ കൊടുക്കുന്ന പിഗ്മെന്റ്സ് അല്ലെങ്കിൽ വർണ്ണവസ്തു പറയുന്നത്. ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞാൽ ഇലയില് ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് അവർ പുറത്ത് വിടുന്നത് എന്താണെന്നറിയോ? ഓക്സിജൻ ആണ്. ആ ഓക്സിജൻ ശ്വസിച്ചിട്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. സെറ്റല്ലഡ ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ആണ് അവർ പ്രൊഡക്റ്റ് ആയിട്ട് എന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിഞ്ഞ് പുറത്തേക്ക് വിടുന്ന കാര്യം എന്ന് പറയുന്നത് കേട്ടോ. സോ പ്ലാന്റ്സ് മേക്ക് ഫുഡ് യൂസിങ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. ഫോർ ദിസ് ദേ യൂസ് എനർജി ഫ്രം സൺലൈറ്റ്. സോ ദ ആക്ടിവിറ്റി ഇസ് കോൾഡ് ഫോട്ടോസിന്തസിസ്. ക്ലോറോഫിൽ അതിലൊരു ഇമ്പോർട്ടന്റ് പിഗ്മെന്റ് ആണ്. അതേപോലെ ഓക്സിജൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിന് ശേഷം എന്ന് പറയാൻ പറ്റും. സോ സിമ്പിൾ ആയിട്ടൊരു പാട്ട് വെച്ച് പഠിച്ചാലോ? ട്രിക്ക് ഉണ്ട്, മിസ്സിന്റെ കയ്യിൽ ഫുൾ ട്രിക്ക് ഉണ്ട്. സെറ്റാക്ക. കാർബൺ ഡൈ ഓക്സൈഡും ജലവും കൂടിയാൽ എന്താണ് ഉണ്ടാവുക? സൂര്യപ്രകാശവും ഹരിതകവും കൂടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം തന്നെ കൂടിയാ പിന്നെ എന്താണ് ഉണ്ടാവുക? ഫോട്ടോസിന്തസിസ്. പഠിച്ചു വെച്ചോ, മറക്കണ്ട. കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് വാട്ടർ, സൺലൈറ്റിനെ ക്ലോറോഫിലിന്റെ പ്രസൻസിൽ ഓക്സിജനും ഗ്ലൂക്കോസുമായിട്ട് മാറുകയാണെങ്കിൽ ദാറ്റ് പ്രോസസ് ഇസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ് എന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. സെറ്റല്ലടാ, റെഡി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതേ പിടിച്ചോ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. ഞാനാണ് സസ്യങ്ങളെ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത്. എനിക്ക് പച്ച നിറമാണ്. സസ്യങ്ങൾക്ക് പച്ച നിറമാകാൻ കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ച് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പൊ ഏത് മക്കളി വരുന്നത്? ക്ലോറോഫിൽ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നു, ഹരിതകമാണ് എന്ന് പറയാൻ പറ്റും അല്ലെ. സോ ലീഫുകൾക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന ആളാണ് ക്ലോറോഫിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ക്ലോറോഫിൽ മാത്രമല്ലോ മിസ്സേ, കാരണം ഗ്രീന് മാത്രമല്ലല്ലോ, പല പല കളേഴ്സിൽ കാണാറില്ലേ? ഓറഞ്ചിഷ് യെല്ലോ കളർ, അങ്ങനെ പല രീതി കാണാറില്ലേ? ചുവന്ന ചീരയ്ക്ക് റെഡ് കളർ, അത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതെപ്പോഴും ചോദിക്കാറുള്ള ഒരു പോർഷൻ ആണ്, പഠിച്ചു വെക്കുക. സോ സാന്തോഫിൽ എന്ന് പറയുന്ന സമയത്ത് ഇലകൾക്ക് യെല്ലോ കളർ കൊടുക്കുന്നു. കരോട്ടിൻ യെല്ലോയിഷ് ഓറഞ്ച്, ആന്തോസൈന് റെഡ് കളർ. സോ ആന്തപ്പൻ ചേട്ടന് ദേഷ്യമാണ്, റെഡ് കളർ എന്ന് ആലോചിക്കുക. ആന്തപ്പൻ ചേട്ടൻ ഭയങ്കര ടെററാണെന്ന് ആലോചിക്കുക. ആന്തപ്പൻ റെഡ് കളർ. അപ്പോൾ ഏതിലാണ് ചുവന്ന ചീരയിൽ ഏതാ ചോദിച്ചാൽ ആന്തോസൈനിൻ ആണെന്ന് പറയാം, റെഡ് കളർ. കരോട്ടിൻ എന്ന് പറയുമ്പോൾ യെല്ലോയിഷ് ഓറഞ്ച് ആണെന്ന് ആലോചിക്കുക. സാന്തോഫിൽ ഉണ്ടെങ്കിൽ യെല്ലോ കളറാണ് കൊടുക്കുന്നതെന്ന് എന്ത് ചെയ്യുക, ആലോചിച്ച് വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ചു വെക്കാം കേട്ടോ. സെറ്റാണ്, റെഡി ആണെന്ന് വിചാരിക്കുന്നു. സെറ്റാക്കുക. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് അത് പഠിച്ചു വെക്കാം. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. നിങ്ങൾ ഇപ്പൊ 6ാം ക്ലാസ്സിലോട്ട് കടക്കാൻ പോവാണ്. കുറച്ചും കഴിഞ്ഞ പരീക്ഷയോട് കഴിഞ്ഞ 6ാം ക്ലാസ്സിലോട്ട് എത്തി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോരോ വർഷങ്ങളെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ. സോ 6 എന്ന് പറയുന്ന സമയത്ത് മുമ്പത്തെ വർഷം ടെക്സ്റ്റ് ബുക്കുകൾ മാറി, ഒരുപാട് ചേഞ്ചുകൾ വന്നു. അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏപ്രിൽ മുതൽ എന്ന് വെച്ചാൽ അടുത്ത മാസം മുതലേ നമ്മൾ അടിപൊളിയായിട്ട് ബേസ് മുതൽ പഠിച്ചു തുടങ്ങാനുള്ള ഒരു ബാച്ച് ഉണ്ട്. അതാണ് നമ്മുടെ വജ്ര ബാച്ച് പറയുന്നത്. അതിലിപ്പോൾ ഓഫർ റൺ ചെയ്യുന്നുണ്ട്. 20ാം തീയതിക്ക് മുമ്പാണ് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 10% ഓഫിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന 5 മക്കൾക്ക് സ്മാർട്ട് വാച്ച് ലഭിക്കും. സോ എല്ലാവരും മാക്സിമം ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഉഷാറായി തന്നെ നമ്മുടെ ബാച്ചിലോട്ടും വരാം. അതുപോലെ എക്സാമിന് നന്നായി തന്നെ പഠിക്കാം. ഈ എക്സാം ആണ് മെയിൻ കാര്യം. ഇത് പഠിച്ച് സെറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത വർഷത്തിലോട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഉഷാറായി തന്നെ എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്.